ഹായ്, ഇന്ന് നമ്മൾ ഐ ആം യുവർ മാൻ എന്നുള്ള പോയം നമ്മൾ എടുത്തു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് പറയുന്നത്. ആൻസർ ദി ഫോളോയിങ് ഇൻ ടു 2 or 3 sentences. First question, what does the expression of dog in heat signifies? It signifies the dog is sexually aroused and want to have sex and is looking for a partner. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Dog is sexually aroused, in need of sex. Dog is in need of sex and want to have sex and is looking for a partner to have sex. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Second question, what does the act of wearing mask signify? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മാസ്ക് ധരിച്ച് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയാൻ കാരണം എന്താണ്? By wearing a mask, he can hide his identity, so to his beloved they may look like another person. In order to hide his identity, he wear mask. അത്രേ ഉള്ളൂ. നമ്മൾ അയാൾ വേറൊരാളായിട്ട് വരാൻ, സ്വന്തം വ്യക്തിത്വം മറച്ചു വെച്ചിട്ട് വേറൊരാളായിട്ട് മാറാനാണ് മാസ്ക് ധരിക്കുന്നത്. വാട്ട് ഡു യു ചെയിൻ ആൻഡ് ബീസ്റ്റ് സജസ്റ്റ്? ചെയിൻ ബീസ്റ്റ് എന്നുള്ള വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതവിടെ നിങ്ങളെ ബുക്കിൽ പറഞ്ഞിരുന്നു അല്ലേ? ദ ചെയിൻ ഈസ് ടു ടൈറ്റ്, ദ ബീസ്റ്റ് വോണ്ട് ടു ഗോ സ്ലീപ്പ്. അവിടെ എന്താണ് ചെയിൻ ആൻഡ് ബീസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചെയിൻ സജസ്റ്റ് സിബ് ഓഫ് ഹിസ് ട്രൗസേഴ്സ് ആൻഡ് ദ ബീസ്റ്റ് സജസ്റ്റ് ഹിസ് ഓർഗൻ. സെക്ഷൽ ഓർഗൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മൂൺ ഈസ് ബ്രൈറ്റ് ആൻഡ് ദ മാൻ ഈസ് സെക്ഷലി അറോസ്ഡ്. എന്തൊക്കെയാണ്? ചെയിൻ സജസ്റ്റ് ദ സിബ് ഓഫ് ഹിസ് ട്രൗസേഴ്സ്, ദ ബീസ്റ്റ് സജസ്റ്റ് ഹിസ് ഓർഗൻ, ദ മൂൺ ഈസ് ബ്രൈറ്റ്, ദ മാൻ ഈസ് സെക്ഷലി അറോസ്ഡ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയമത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. How does the poet justify his situation of making promises but not keeping them? നമ്മൾ പോയറ്റ് ഒരുപാട് പ്രോമിസുകൾ നടത്തുന്നുണ്ട്, പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ്? The poet has been making promises to his beloved, not keeping them. He justifies his situation by saying that man never got a woman back by begging on his knees. അയാൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷനും ഒരു സ്ത്രീയെ നഷ്ടപ്പെട്ടാൽ പിന്നെ അത് യാചിച്ചുകൊണ്ട് തിരിച്ച് കിട്ടിയിട്ടില്ല. മീൻസ് നമ്മൾ കുറേ യാചിച്ചെന്ന് വിചാരിച്ചിട്ട് നഷ്ടപ്പെട്ട സ്ത്രീയെ ഒരു പുരുഷനും തിരിച്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്നാണ് അയാൾ പറഞ്ഞത്. ജസ്റ്റിഫൈ ദ സിറ്റുവേഷൻ ബൈ സെയിങ് ദാറ്റ് എ മാൻ നെവർ ഗോട്ട് എ വിമൻ ബാക്ക് ബൈ ബെഗിങ് ഓൺ ഹിസ് നീസ്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് റോൾ ഓഫ് ലവർ വില്ലിംഗ് ടു ടേക്ക് ഓൺ ഹിസ് സാറ്റിസ്ഫൈസ് ഹിസ് ബിലവഡ്? അതാ പോയമിൽ പറഞ്ഞ ഓരോ സംഭവം എന്തൊക്കെയാണ്? ദ ലവർ ഈസ് വില്ലിംഗ് ടു ടേക്ക് മെനി റോൾസ് ടു സാറ്റിസ്ഫൈ ഹിസ് ബിലവഡ്. ഷി വാണ്ട്സ് അനദർ കൈൻഡ് ഓഫ് ലവ്, ഹി വിൽ വെയർ എ മാസ്ക് ഫോർ ഹർ. അല്ലെ, അവൾക്ക് മാസ്ക് ധരിച്ചിട്ട് വേറൊരാളാവാം. ഷി വാണ്ട്സ് എ പാർട്ട്ണർ, ഷി കൻ ടേക്ക് ഹിസ് ഹാൻഡ്. പാർട്ട്ണർ ആണെങ്കിൽ പാർട്ട്ണർ ആവാം. ഷി വാണ്ട്സ് ടു സ്ട്രൈക്ക് ഹിം ഡൗൺ ഇൻ ആങ്കർ, ഹി ഈസ് റെഡി ടു ബി ബീറ്റൻ. അടി കൊടുക്കാനാണെങ്കിൽ അടി കൊള്ളാൻ അയാൾ റെഡിയാണ്. ഷി വാണ്ട്സ് ടു ബി എ ബോക്സർ, ഹി വിൽ സ്റ്റെപ്പ് ഇൻ ടു എ ബോക്സിങ് റിംഗ് ഫോർ ഹർ. അവൾക്ക് ബോക്സറാണ് വേണമെങ്കിൽ ബോക്സറായിട്ട് റിങ്ങിലേക്ക് കയറാൻ അയാൾ റെഡിയാണ്. ഇഫ് ഷി വാണ്ട്സ് എ ഡോക്ടർ, ഹി വിൽ എക്സാമിൻ എവറി ഇഞ്ച് ഓഫ് ഹർ ബോഡി. ഡോക്ടർ ആണെങ്കിൽ എല്ലാ ബോഡിയിലെ പാർട്ടും ചെക്ക് ചെയ്യാൻ അയാൾ റെഡിയാണ്. ഇഫ് ഷി വാണ്ട്സ് എ ഡ്രൈവർ, ഷി ഷുഡ് ഗെറ്റ് ഇൻസൈഡ് ദ കാർ. അവൾക്ക് ഡ്രൈവറാണ് വേണമെങ്കിൽ ഡ്രൈവർ ആവാനും അയാൾ റെഡിയാണ്. ഇഫ് ഷി വാണ്ട്സ് ടേക്ക് ഹിം ഫോർ എ റൈഡ്, ഹി ഈസ് റെഡി ടു ബി ഗോ വിത്ത് ഹർ. അയാൾ അതിന് കൂടെ പോകാനും റെഡിയാണ്. അതിൽ ഓരോ ലൈനും ആ ഫസ്റ്റിൽ വരുന്ന ഓരോ സ്റ്റാൻസ്, ആ സ്റ്റാൻസിലുള്ള ഓരോ ലൈൻസാണ് അതിൻ്റെ ആൻസർ. വാട്ട് ഇഫക്റ്റ് ഡസ് ദ ആക്ഷൻ വേർഡ് ക്രൗൾ, ഫോൾ, ഹൗൾ, ക്ലോ ആൻഡ് ടിയേഴ്സ് ക്രിയേറ്റ് ഇൻ ദ പോയിന്റ്? ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തൊക്കെ വേർഡാണ്? ക്ലൗഡ്, ഫോൾ, ഹൗൾ, ക്ലേ, ടിയർ. ഈ വേർഡ്സാണ് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ദ പോയം വിത്ത് ഫുൾ ഓഫ് ഇറോട്ടിക് ഇമേജറി, അല്ലേ? അത് ആദ്യം ഓർത്ത് വെക്കുക. ദ പോയം വിത്ത് ഫുൾ ഓഫ് ഇറോട്ടിക് ഇമേജറി. ഇറോട്ടിക് മീൻസ് റിലേറ്റഡ് ടു സെക്സ്. ദ ലവർ ഈസ് വില്ലിംഗ് ടു പ്ലേ ദ റോൾ ടു ഹാവ് ഹർ. അവളെ ആളാവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ്. He is in the same situation as a dog in heat. അയാൾക്ക് ഒരു ഡോഗ് ഇൻ ഹീറ്റുള്ള അതേ സിറ്റുവേഷനാണ്. ഇൻ സച്ച് സിറ്റുവേഷൻ എ മാൻ ഡസ് നോട്ട് തിങ്ക് ലോജിക്കലി ആൻഡ് ബിഹേവ് ലൈക്ക് എ ജെൻറ്റിൽമാൻ. ആ സമയത്ത്
ഒരാൾ സെക്ഷലി അറോസ്ഡ് ആകുമ്പം അയാൾക്ക് ആ ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടാവില്ല, അതെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനോ ഒരു ജെന്റിൽമാനായിട്ട് ബിഹേവ് ചെയ്യാനൊന്നും പറ്റൂല. ഹീസ് ബ്ലൈൻഡ് വിത്ത് ലസ്റ്റ് ആൻഡ് ഹീസ് വില്ലിങ് ടു ഗോ എനി എക്സ്റ്റെൻറ്റ് ടു സാറ്റിസ്ഫൈസ് ഹിസ് സെക്ഷൽ ഹാങ്കർ. ആ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹീസ് ബ്ലൈൻഡ് വിത്ത് ലസ്റ്റ്, അയാൾ വികാരത്തിൽ ബ്ലൈൻഡാണ്. ആൻഡ് ഹീസ് വില്ലിങ് ടു ഗോ എനി എക്സ്റ്റെൻറ്റ് ടു സാറ്റിസ്ഫൈ ഹിസ് സെക്ഷൽ ഹങ്കർ. അയാൾക്ക് അവിടെ ഒരു സെക്ഷൽ നീഡ് സാറ്റിസ്ഫൈ എന്നുള്ള ഒറ്റ എയിം മാത്രമല്ല, അതിന് അയാൾ ഏത് അറ്റം വരെ പോകാനും റെഡിയാണ്. ദ ആക്ഷൻ വേർഡ്സ് ക്രൗൾ, ഫോൾ, ഹൗൾ, ക്ലേ, ടിയർ, ഹൗ ക്ലിയർലി ദാറ്റ് ദ മാൻ ഹാസ് ഇൻ മൈൻഡ്. അയാൾ മനസ്സെന്താണ്, അയാളുടെ മെൻറ്റാലിറ്റിയാണ് അതിൽ കാണിക്കുന്നത്. എന്താണ്? ഹീ വിൽ ക്രൗൾ, ഹീ വിൽ ഫോൾ ഡൗൺ, ഹീ വിൽ പ്രൈസ് ദ ബ്യൂട്ടി ഓഫ് ഹിസ് ബിലവഡ് ടു മേക്ക് ഹർ ആക്സെപ്റ്റ് ഹിം. അയാൾ എന്ത് ക്രൗൾ ചെയ്തിട്ടും എന്താണ് അവൾ ചെയ്തിട്ടൊക്കെ അയാൾ അവളത്തേക്ക് ചെല്ലും. എന്തിനാണ്? അയാൾക്ക് അവളിൽ നിന്നൊരു സമ്മതം കിട്ടാൻ. സോ ഫാർ ഹീ ഈസ് ബിഹേവിങ് ലൈക്ക് എ ടേം ഡോഗ്. അതുവരെ അയാൾ ഒരു മെരുക്കിയെടുത്ത ഡോഗിനെ പോലെ ബിഹേവ് ചെയ്യും. വൺസ് ഷീ കൺസേൺ ഹിസ് ഡിമാൻഡ് ഫ്രം എ ഡോഗ് ഹീ വിൽ ചേഞ്ച് ഇൻ ടു എ ഫെറോഷ്യസ് ലയൺ. അങ്ങനെ ആ സമ്മതം കിട്ടിയ അയാൾ എന്താണ്, ഡോഗ് എന്ന് മാറിയിട്ട് അയാളൊരു ലയനായിട്ട് മാറും. ദെൻ ക്രോ ആൻഡ് ടിയർ ഹർ ടു സാറ്റിസ്ഫൈ ഹിസ് ആങ്കർ. അങ്ങനെ അവളെ പിച്ചി ചെയ്യുന്നതിന് ടു സാറ്റിസ്ഫൈ ഹിസ് ഹങ്കർ ഓർ ലസ്റ്റ്. അയാൾ ആ വികാരം തീർക്കാൻ വേണ്ടിയിട്ട് അവളെ പിച്ചി ചീന്തുമെന്നാണ് പറഞ്ഞത്. മീൻസ് ഹി ബിക്കെയിം എ ലയൺ. പിന്നെ ആദ്യം ഡോഗായിരുന്നു, പിന്നെ ലയണിലേക്ക് പോകും. മീൻസ് അത്രയും ഒരു വികാരം ഉള്ളൊരു മനുഷ്യനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞിരുന്ന ഈ പോയമിൽ ഫിസിക്കൽ ലവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, നോട്ട് മെൻ്റൽ ലവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എസ്സേ ഓൺ ഐ ആം യുവർ മാൻ ഈസ് എ സുപ്രീം എക്സ്പ്രഷൻ ഓഫ് ഡെസ്പറേറ്റ് ലവ്. എന്താണ്, നമ്മൾ നിരാശാകാമുകനാണ് ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവാം? ഐ ആം യുവർ മാൻ, ലിയോണാർഡ് കോഹൻ, ഈസ് certainly a supreme expression of desperate love. The man tells her beloved that if she looking for a lover, he is ready. He will ask him to do so. If she wants another kind of love. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അത് നിങ്ങളൊന്ന് അതുപോലെ എഴുതാം. പിന്നെന്താണ്, ആ 5-6 കാര്യങ്ങളില്ലേ, ഇഫ് ഷി വാണ്ട് ടേക്ക് ഹിം ഫോർ എ റൈഡ് ഹീ ഈസ് റെഡി, അതുവരെ എഴുതുക. എന്നിട്ട് ദ മാൻ ഈസ് സെക്ഷലി സ്റ്റിമുലേറ്റഡ്, ഹീ ട്രൈ ടു പ്ലീഡ് വിത്ത് ഹർ ടു ഹാവ് സെക്സ് വിത്ത് ഹിം. അവളോട് കേണ അപേക്ഷിക്കണം അയാളുടെ കൂടെ സെക്സിന് വേണ്ടിയിട്ട്. ഹീ സേസ് ദ മൂൺ ഈസ് ബ്രൈറ്റ്, ഹീ ഗേവ് ഹർ സോ മെനി പ്രോമിസസ് ബട്ട് ഹി ഹാസ് നോട്ട് ഏബിൾ ടു കീപ് ദം. എ മാൻ നെവർ ഗോട്ട് എ വുമൺ ബാക്ക് ബൈ ബെഗിങ് ഓൺ ഹിസ് നീസ്. ഹീ വുഡ് ക്രൗൾ ടു ഹർ, ഹീ വിൽ ഫാൾ ഇൻ ദ ഫീറ്റ്. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത് കൂട്ടി എഴുതിയാൽ മതി. ഇഫ് ഷീ ഹാസ് ഗോ ടു സ്ലീപ്പ് ഓൺ ദ റോഡ്, ഹീ വിൽ ഡ്രൈവ് ഫോർ ഹർ. ഇതൊക്കെ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ നിരാശകാമുകനെ കാണുന്നതാണ്, അയാൾ വിചാരിക്കുന്ന പോലെ അവളെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇമാജിൻ യു ആർ ദ പോയറ്റ്സ് ബിലവഡ്, ഹൗ വുഡ് യു റെസ്പോണ്ട് ടു ദിസ് പ്ലീസ്. നിങ്ങളാണ് അവളുടെ സ്ഥാനത്ത് എങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്താവും? നോ ഡൗട്ട് വി വിൽ റിജക്റ്റ് ദാറ്റ് പേഴ്സൺ, അല്ലേ? കാരണം എന്താ, ഹി വാണ്ട്സ് ദാറ്റ് ലേഡി ഓൺലി ഫോർ ഹിസ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ. സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് വി ഡോണ്ട് ലവ് ദാറ്റ് പേഴ്സൺ. ഐ ഡോണ്ട് ലവ്. ഹി ഡസ് നോട്ട് ലവ് ഹിം, ഹി ലവ്സ് ഓൺലി മൈ ബോഡി, അല്ലേ? നമ്മളെ ബോഡി മാത്രമാണ് അയാൾക്ക് വേണ്ടത്. പിന്നെ ദ ഡോഗ് ഈസ് ഹീറ്റ് വിൽ അബൻഡൻ ഇറ്റ്സ് പാർട്ട്ണർ സൂൺ ആഫ്റ്റർ ഇറ്റ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് സെക്ഷൽ നീഡ്സ്. അതൊന്ന് ഓർത്ത് വെക്കണേ. ദ ഡോഗ് ഇൻ ഹീറ്റ് വിൽ അബൻഡൻ ഇറ്റ്സ് പാർട്ട്ണർ സൂൺ ആഫ്റ്റർ ഇറ്റ് സാറ്റിസ്ഫൈഡ് ഇറ്റ്സ് സെക്ഷൽ നീഡ്. ആ സെക്ഷൽ നീഡ് കഴിഞ്ഞാൽ അവരവരെ എന്ത് ചെയ്യും? ഒഴിവാക്കും. ഐ ഡോണ്ട് നീഡ് സച്ച് എ മാൻ, ഐ നീഡ് റിയൽ ലവർ ഹു ലവ്സ് മീ വിത്ത് ഓൾ ഹിസ് ഹാർട്ട് ആൻഡ് ഓൾ ഹിസ് സോൾ. നമ്മളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതട്ടോ. He is talking too bluntly about having sex with me. He entices me by saying that moon is bright. He is feeling sexually stimulated. അതുപോലെ കാര്യം. അതുകൊണ്ട് we don't like such characters. We love the man who loves our heart. അല്ലേ? അപ്പം ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ബാക്കി നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതുക. പോയം മനസ്സിലായാൽ ഇതിൽ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ എഴുതാൻ. ഓക്കെ, താങ്ക് യു.